ഈ വീഡിയോ തികച്ചും വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. സാമ്പത്തിക ഉപദേശം അല്ല. ക്രിപ്റ്റോ നിക്ഷേപങ്ങളിൽ ലാഭവും നഷ്ടവും നിങ്ങളുടെ തീരുമാനങ്ങൾ ആശ്രയിച്ചായിരിക്കും. എന്നെ അറിയുന്നവരോട് ഞാൻ പണ്ടേ പറയാറുണ്ട്, ക്രിപ്റ്റോ ഇൻവെസ്റ്റിംഗ് ഈസ് എ റിസ്കി ബിസിനസ്. അപ്പോൾ എന്താണ് ആക്ച്വലി നമുക്കിവിടെ ചെയ്യാൻ പറ്റുക? ക്രിപ്റ്റോയിൽ എഫക്റ്റീവായിട്ട് ലോങ് ടേമിൽ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് അറിഞ്ഞിരിക്കണം. എന്താണ് റിസ്ക് മാനേജ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ള ഫണ്ട് നമ്മൾ ക്രിപ്റ്റോയിൽ അലോക്കേറ്റ് ചെയ്യേണ്ടത് എന്നറിയുന്നതിനായി ലെറ്റ്സ് ഡൈവ് ഇൻടു ദ വീഡിയോ along with me, Febin Andrews. റിസ്ക് മാനേജ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ ഡീപ്പ് ഡൈവ് ചെയ്ത് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ അടുത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ചെറിയ സംഭവം മനസ്സിലാക്കാം. അപ്പോഴാണ് റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ ടെലിഗ്രാമിൽ നമ്മൾ പുതിയ പുതിയ കോയിൻസ് കണ്ടുപിടിക്കുകയും അത് ആൾക്കാരുമായി ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. പലരും അതിൽ ചില ടോക്കൺസിലൊക്കെ എൻട്രി എടുക്കാറുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളാണ് ജോർജ് എന്ന് പറയുന്ന വ്യക്തി. ജോർജ് വളരെ ആക്റ്റീവായിട്ട് ഗ്രൂപ്പിൽ പങ്കെടുക്കുകയും ടോക്കൺസ് നോക്കി മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഈ അടുത്ത് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത ഒരു ടോക്കണാണ് സീറോ ഡെൽറ്റ. അത് ഏകദേശം 20-25x റിട്ടേൺസ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ജോർജിൻ്റെ ഒരു നോർമൽ എൻട്രി പൊസിഷൻ എന്ന് പറയുന്നത് റഫ്ലി അറൌണ്ട് $30 ആയിരുന്നു. ലക്ലി ഹീ ഈസ് ഏബിൾ ടു മേക്ക് അപ് ടു $500. അപ്പോൾ ജോർജിൻ്റെ ക്യാപിറ്റൽ ഒറ്റയടിക്ക് 500 ആയി. ഇത് കൂടാതെ തുടർന്നുള്ള 2-3 എൻട്രിയും ജോർജിന് നല്ല റിട്ടേൺസ് കൊടുത്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? ജോർജിൻ്റെ ക്യാപിറ്റൽ അറൌണ്ട് 1500 എത്തി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോർജ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു മെമ്പറാണ്. സോ ഹി ടേക്ക് മോർ കോൾസ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ സ്റ്റോറി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ കണ്ടെത്തുന്ന എല്ലാ കോയിൻസും നന്നാവില്ല. ചില കോയിൻസുകളെല്ലാം റഗ്ഗായി പോകാനും സാധ്യതയുണ്ട്. അതിനുശേഷം നമ്മൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത അടുത്ത 1-2 കോയിൻസ് റഗ്ഗായി. പക്ഷേ അതോടുകൂടി എന്ത് സംഭവിച്ചു? ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ജോർജിൻ്റെ ക്യാപിറ്റൽ കംപ്ലീറ്റ്ലി ബാക്ക് ടു സീറോ, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സീറോ. അത് ഹീസ് ബാക്ക് ടു $30 എന്ന് പറഞ്ഞു. ഇത് ഭയങ്കര ഭയാനകമായ ഒരവസ്ഥയാണ്. കാരണം ഇത്രയും ക്യാപിറ്റൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് 1-2 ചെറിയ മിസ്റ്റേക്ക് കാരണം വി ആർ ബാക്ക് ടു സ്ക്വയർ വൺ. ഇത് എങ്ങനെ തടയാം? അതിനെയാണ് നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ആക്ച്വലി സംഭവിച്ചിരുന്നത്, ജോർജ് ഉള്ള ഫണ്ടിൻ്റെ ഭൂരിഭാഗവും, അതായത് മോർ ദാൻ 50% ഒരു ടോക്കണിൽ ഇൻവെസ്റ്റ് ചെയ്തു. പ്രത്യേകിച്ച് മൈക്രോ ക്യാപ്പ് ആയിട്ടുള്ള കോയിനുകളിൽ, അതായത് ഇറങ്ങി വെറും മണിക്കൂറുകൾ മാത്രം, 2-3 മണിക്കൂറുകൾ മാത്രമുള്ള ടോക്കൺസിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള കോയിൻസ് എന്ന് പറയുമ്പോൾ അതിന് ഇനഫ് സോഷ്യൽ വാലിഡേഷൻസ് ഇല്ല, റിയൽ ആണോ എന്നറിയില്ല, അതിൻ്റെ ബാക്കേഴ്സ് ആരാണെന്ന് അറിയില്ല, അങ്ങനെ ഒരുപാട് പോരായ്മകളുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, എന്തിനാണ് ഇത്ര നേരത്തെ ഇറങ്ങുന്നതെന്ന്. അവിടെയാണ് പക്ഷേ നമുക്ക് നല്ല റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യത. അപ്പോൾ ഇതൊരു ട്രേഡ് ഓഫ് ആണ്. നമ്മൾ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനത്തെ കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഒരു ട്രേഡ് ഓഫ് ആണ്. നമ്മുടെ ക്യാപിറ്റലിൻ്റെ ഭൂരിഭാഗവും കൊണ്ടുപോയി ഇതുപോലുള്ള മൈക്രോ ക്യാപ്പുകളിൽ, അതായത് പ്രൂവൺ അല്ലാത്ത പ്രൊജക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഒറ്റയടിക്ക് വി വിൽ ബി ബാക്ക് ടു സീറോ. അതായത് നമ്മൾ ഉണ്ടാക്കിയ ഗെയിൻസ് മാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ ക്യാപിറ്റലും കൂടി പോകും. ഇത് തടയുന്നതിനുള്ള ടെക്നിക്കാണ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് സിറ്റുവേഷനിലൂടെയാണ് ജോർജ് കടന്നു പോയതെന്ന് നമ്മൾ മനസ്സിലായില്ലേ? എന്നാൽ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെ ഈ സിറ്റുവേഷൻ ഒഴിവാക്കാം, എങ്ങനെ ക്രിപ്റ്റോയിൽ കുറേ നാൾ പിടിച്ചു നിൽക്കാം, എങ്ങനെ ഒരു ടഫ് മാർക്കറ്റ്, അതായത് ക്രിപ്റ്റോ പോലുള്ള ഹൈ വോളറ്റിലിറ്റി ഉള്ള, ഹൈ സ്കാമേഴ്സ് ഉള്ള ഒരു മാർക്കറ്റിൽ എങ്ങനെ സർവൈവ് ചെയ്യാമെന്നാണ്. അതിനുള്ള ഫണ്ടമെൻ്റൽ ടൂളാണ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി റൂൾ നമ്പർ 1, ക്രിപ്റ്റോയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ റിസ്ക് നമ്മൾ കാൽക്കുലേറ്റഡ് ആയിരിക്കണം. അതായത് നമ്മൾ ഇറക്കുന്ന കാശ് ഫുള്ള് പോയാലും വാട്ട് ഈസ് ദ ബാക്കപ്പ് പ്ലാൻ, നമുക്ക് എങ്ങനെ സർവൈവ് ചെയ്യാം. കുടുംബം വിറ്റും കിഡ്നി വിറ്റും നമ്മൾ ഒരിക്കലും ക്രിപ്റ്റോയിലേക്ക് ഇറങ്ങരുത്. നമുക്ക് അഫോർഡബിൾ ആകുന്ന ഒരു എമൗണ്ട് മാത്രമേ ക്രിപ്റ്റോയിലേക്ക് ഇറക്കാവുള്ളൂ. അതാണ് റൂൾ നമ്പർ 1. ഇനി റൂൾ നമ്പർ 2 എന്ന് പറയുന്നത്, ക്രിപ്റ്റോയിൽ ഒരുപാട് കോയിൻസ് ഉണ്ട്. അതിൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഹൈ മാർക്കറ്റ് ക്യാപ്പുള്ള കോയിൻസും ഉണ്ട്, എക്സ്ട്രീംലി ലോ മാർക്കറ്റ് ക്യാപ്പുള്ള പുതിയ കോയിൻസും ഉണ്ട്. നല്ലൊരു ഗെയിൻസ് കിട്ടുന്നതിനുള്ള ഒരു ടെക്നിക്ക് എക്സ്ട്രീംലി ലോ ക്യാപ്പുള്ള കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അത് എക്സ്ട്രീംലി റിസ്ക്കിയുമാണ്. അതുകൊണ്ട് ആ സെക്ടറിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അവിടെ എങ്ങനെയാണ് റിസ്ക് മാനേജ് ചെയ്യുക? അതായത് 5 മില്യണിൽ താഴെ മാർക്കറ്റ് ക്യാപ്പുള്ള കോയിനുകളെ നമുക്ക് ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുത്താം. അപ്പോൾ അത്തരത്തിലുള്ളൊരു കോയിനിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ, അതിനൊരു പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് ഇല്ല എങ്കിൽ, നമ്മൾ ക്രിപ്റ്റോയിലേക്ക് മാറ്റിവെച്ച ഫണ്ടിൻ്റെ 5% കൂടുതൽ ഒരു ടോക്കണിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു റൂള് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം 20 അറ്റംപ്റ്റ്സ് വരെ നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആകാതെ നിൽക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ റൂൾ നമ്പർ 1 ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
റൂൾ നമ്പർ 2 എന്ന് പറയുന്നത് ഇത് മൈക്രോ ക്യാപ് കോയിൻസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് 2 ഇരട്ടി 3 ഇരട്ടി 5 ഇരട്ടിയൊക്കെ റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഒരുപാട് ഗ്രീഡ് കാരണം അത് ഹോൾഡ് ചെയ്യാതെ 2x അല്ലെങ്കിൽ 3x അടിച്ചാൽ മിനിമം 50% എടുത്ത് ക്യാപിറ്റൽ സേഫ് ആക്കുക. ഇതാണ് രണ്ടാമത്തെ റൂള്. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒന്നാമത് 3 4 പ്രൊജക്റ്റ് നമ്മൾ റഗ്ഗായി പോയാലും വി ഹാവ് ഇനഫ് ഫണ്ട് ടു കണ്ടിന്യൂ അവർ ജേർണി. ഏത് ടോക്കണാണ് കറക്റ്റായിട്ട് വർക്കാകുക എന്ന് കണ്ടുപിടിക്കുന്നത് വരെ നമുക്ക് ട്രൈ ചെയ്യാനുള്ള ഫണ്ട് അവിടെയുണ്ട്. അതായത് വാട്ട് എവർ അവർ ഫണ്ട്, ഈവൻ ഇഫ് ഇറ്റ് ഈസ് $100 ഓർ $50, അതിൻ്റെ 5 മാക്സ് ടു മാക്സ് 10% മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി രണ്ടാമത് ഒരു ടോക്കൺ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, അത് നല്ല ടോക്കൺ ആണെങ്കിൽ വി ആർ ടേക്കിംഗ് ക്യാപിറ്റൽ സേഫ് ആൻഡ് റിമൈനിങ് വി ആർ ലീവിങ് ഇറ്റ് ഫോർ എ മൂൺ ബാങ്ക്. അപ്പോൾ അത് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റിട്ടേൺസ് നമുക്ക് എന്തായാലും കിട്ടും. പിന്നീട് അങ്ങോട്ട് മൈക്രോ ക്യാപ്പുകളിൽ കാണുന്ന ഒരു കോമൺ ട്രെൻഡാണ്, ചിലപ്പോൾ അത് പമ്പാകും, എന്നിട്ട് 2 ആഴ്ച 3 ആഴ്ചയ്ക്ക് ശേഷം പ്രൊജക്റ്റ് ഡൈ ഡൗൺ ആകും. അങ്ങനെ സംഭവിച്ചാലും അറ്റ്ലീസ്റ്റ് യു ആർ സേഫ് വിത്ത് യുവർ ക്യാപിറ്റൽ ആൻഡ് എ സ്മോൾ പ്രോഫിറ്റ്. ഇങ്ങനെയാണ് നമ്മൾ ക്രിപ്റ്റോയിൽ റിസ്ക് മാനേജ് ചെയ്ത് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പഠിക്കുക. ഇതില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും അവസാനത്തെ 1-2 കോയിൻ തെറ്റിക്കഴിഞ്ഞാൽ വി വിൽ ബി ബാക്ക് ടു സീറോ. പിന്നെ ഡിപ്രഷനായി, ക്രിപ്റ്റോ സ്കാം ആണെന്നുള്ള ഒപ്പീനിയനായി, അങ്ങനെ പല പ്രശ്നങ്ങളായി. അതിനേക്കാളും നല്ലത് റിസ്ക് മാനേജ്മെൻറ്റ് ഇപ്പം തന്നെ പഠിച്ച് സ്ലോ ആൻഡ് സ്റ്റഡിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു ലോങ് ടേം വിഷനോട് കൂടി പോവുക എന്നുള്ളതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഇനി ഒരു കാര്യം, ഇത്തരത്തിലുള്ള റിസ്കി ആയിട്ടുള്ള കോയിനുകൾ എവിടെ കിട്ടുമെന്നല്ലേ? അത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. നമ്മളെപ്പോലുള്ള എല്ലാ ക്രിപ്റ്റോ എന്തൂസിയാസ്റ്റിനും വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീ ഗ്രൂപ്പാണ്. അവിടെയാണ് മൈക്രോ ക്യാപ്പ് ആയിട്ടുള്ള കോയിനുകൾ എയർലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഉടനെ തന്നെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കോയിനുകളുടെ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ നമ്മുടെ മറ്റേ ചാനലായ ഹെറോനെഡ്ജ് അക്കാഡമിയിൽ നമ്മൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് അവിടെയും സബ്സ്ക്രൈബ് ചെയ്ത് എങ്ങനെ ടോക്കണിൻ്റെ ഫംഗ്ഷനാലിറ്റികൾ മനസ്സിലാക്കണമെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ്. ഫെബിൻ ആൻഡ്രൂസ്.